രാവിലെ നമ്മളിപ്പം ഒരു പൂന്തോട്ടത്തിൽ വന്നിരിക്കുക. ഇത് നമ്മൾ സാധാരണ തമിഴ്നാട് അല്ലെ മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ പോകുമ്പോൾ കാണാറുള്ള ഒരു കാഴ്ചയാണ്. ഇതിപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർത്തിട്ടുണ്ട് നമ്മുടെ ഇവിടെയൊക്കെ എന്തുകൊണ്ടാണ് ഇത് ചെയ്യാത്തത്. ഇതിപ്പം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനൊരു സംഭവം വന്ന് ഇങ്ങനെ പൂത്തൊലഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ പൂന്തോട്ടം. ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു പൂന്തോട്ടം സ്ഥാപിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹരിത കർമ്മസേനയും അതുപോലെ തന്നെ കുടുംബശ്രീയും കൂടെ ഒത്തുചേർന്നുകൊണ്ടാണ് കേട്ടോ. കുറിച്ചി പഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെ ഒക്കെ സപ്പോർട്ടോടുകൂടി അവർ നടത്തുന്നത്. ഇവിടെ മാത്രമല്ല, ഏകദേശം 10ഓളം ഇതുപോലെ പൂന്തോട്ടങ്ങളുണ്ട്. 15 ഏക്കറിലായിട്ട് നടക്കണം. ഇതിപ്പോൾ നമ്മുടെ ഓണ സീസണൊക്കെ ആകുമ്പോഴത്തേക്ക് കൊടുക്കാം എന്നുള്ള രീതിയിൽ. ഇതിപ്പോൾ ഓൾറെഡി അവർ വിളവെടുപ്പിൻ്റെ ഇതിൽ നിൽക്കുകയാണ്. മഴയുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ പൂവൊക്കെ ആവശ്യമുണ്ടെങ്കിലും നമുക്ക് ഇവിടുത്തെ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൊടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ വന്ന് ഓരോരുത്തർ വാങ്ങിക്കൊണ്ടൊക്കെ പോകുന്നുണ്ട്. രാവിലെ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഓർത്തത് ഒരു വീഡിയോ നമുക്കൊന്ന് ചെയ്തിട്ടേക്കാം എന്നുള്ള രീതിയിൽ. ബന്ദിപ്പൂക്കൾ മാത്രമാണ് ഇവിടെ ഇവര് കൃഷി ചെയ്തിരിക്കുന്നത്. 2 നിറമാണ്. ഒന്ന് മഞ്ഞ, പിന്നെ ഈ ഓറഞ്ച് നിറത്തിലുള്ള 2 വേറെ പാടങ്ങളൊക്കെ ഓറഞ്ച് മാത്രമായിട്ടുള്ളൂ. ഇവിടെ മഞ്ഞയാണ് കൂടുതലായിട്ടുള്ളത്. ഓറഞ്ച് മാത്രം കൂടുതലായിട്ടുള്ളതും ഉണ്ട്. ഏതായാലും നല്ല ഭംഗിയാണ്. രാവിലെ നല്ലല്ലോ. ഇതിപ്പം നമ്മൾ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പോയുമ്പോൾ നമ്മൾ ആമ്പലും ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെ രാവിലെ ചെന്നാൽ മാത്രമേ കാണുള്ളൂ. ഇതെപ്പോൾ വന്നാലും നമുക്ക് കാണുകയും ചെയ്യാം. ഇവിടെ ഒരുപാട് പേര് ഇത് കാണാൻ വേണ്ടി തന്നെ വരുന്നുണ്ട്. കാരണം ഇതൊരു നമ്മളെ സംബന്ധിച്ചോളം ഇതൊരു ആദ്യത്തെ അനുഭവമാണ്. ഇങ്ങനെ വേറൊരു പൂന്തോട്ടമൊന്നും ഞങ്ങളുടെ പഞ്ചായത്തിലൊന്നും ഇല്ലായിരുന്നു. അപ്പം ഈ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു കാണാനായിട്ടൊക്കെ വരുമ്പോൾ ഇന്നലെ ഇതിൻ്റെ ഉദ്ഘാടനമൊക്കെ ആയിരുന്നു. വിളവെടുപ്പ് മഹോത്സവമൊക്കെ ആയിട്ട് നടത്തിയ പഞ്ചായത്തിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വന്നു. ഇന്ന് രാവിലെയും കൂടി ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് ഉള്ള ലൊക്കേഷനും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ലൊക്കേഷൻ വരുന്നത് നമ്മൾ കുറിച്ചി ഔട്ട് പോസ്റ്റിൽ നിന്ന് കൈനടി കാവാലം പോകുന്ന റൂട്ടിൽ നമ്മുടെ ആനമുക്ക് എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് തകടിപ്പള്ളിക്ക് പോകുന്ന വഴിയിലോട്ടാണ് ഈ പറയുന്ന പാടമുള്ളത്. കൂർക്കപ്പറമ്പ് എന്നാണ് ഈ വീട്ടുപേര് പറയുന്നത് കേട്ടോ. കൂർക്കപ്പറമ്പ്. അല്ല, ഇവിടെ വന്നിട്ട് ആരോടെങ്കിലും ചോദിച്ചാൽ മതി. ഇത് ഉള്ള സ്ഥലം ഇടാന്ന് ചോദിച്ചാലും പറഞ്ഞു തരും. നമുക്ക് ഫോട്ടോ എടുക്കാനോ ഒക്കെ പറ്റിയ ഒരു സമയമാണ്. ഇപ്പം പൂവുള്ള സമയമാണ്. ഇതിപ്പം അടുത്ത കുറച്ച് ദിവസത്തോടു കൂടി ഇതിങ്ങനെ പോകും. പിന്നെ ഒരു കാര്യം കൂടെ മറക്കണ്ട, ആർക്കെങ്കിലും ഒക്കെ പൂ വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് നമ്പർ കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ വേണ്ടി തൽക്കാലം കൊടുക്കാം. അപ്പോൾ അവരെ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ നമ്പർ നിങ്ങൾക്ക് തരാം. അപ്പോൾ നമ്മൾ അധികം പറഞ്ഞ് ഒന്നും നീട്ടുന്നില്ല. ഇത്രയേ ഉള്ളൂ ചെറിയൊരു പാഠം, ചെറിയ കാഴ്ചകളും കാര്യങ്ങളും. അതുപോലെ നിങ്ങൾക്ക് വന്ന് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വന്ന് കാണാൻ പറ്റുന്ന ഒരു കാര്യം കൂടാണ്. അതുകൊണ്ടാണ് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ പഞ്ചായത്തും ഇത്രയും പേരൊന്ന് ബുദ്ധിമുട്ടിയപ്പം അതൊന്ന് നമുക്ക് മറ്റുള്ളവരിൽ അറിയിക്കാനും തോന്നി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ.